ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. ഫുഡൊക്കെ കഴിച്ചോ? തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ ഒന്നും രണ്ടും എഴുതിയിട്ട് പറയൂ കേട്ടോ. ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ബി രാജാ കേശവദാസൻ ആണ്. രണ്ടാമത്തത് ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം പാഴ്സി ഭാഷയിൽ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. അഞ്ചെണ്ണം എഴുതിയിട്ട് പറയും. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ഓപ്ഷൻ ഡി സൺ യാത് സൺ. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി കിറ്റ് ഇന്ത്യ. അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഓപ്ഷൻ ഡി സ്വീഡൻ ആണ്. മൗസിൻഡ്രാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ സി കാസി കുന്നുകളുടെ സാന്നിധ്യം. എട്ട് തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏത്? തുണി മില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയുടെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 21 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണിയുടെ വ്യവസായ പുരോഗതിയിൽ എത്തിച്ചു. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി.
തന്നിരിക്കുന്ന നദികളിൽ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ഓപ്ഷൻ എ ആണ് കബനി, ഭവാനി ആൻഡ് പാമ്പാർ. പതിനൊന്ന് വരെ എഴുതിയിട്ട് പറയുക. പത്ത്, ശരിയായ പട്ടിക ഏതെല്ലാം? ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം ക്രമമായ താപനഷ്ട നിരക്ക്. നിശ്ചിത ദിശയില് നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരം സമുദ്രജല പ്രവാഹം. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 2ഉം 4ഉം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ അല്ലെ? ഹരിത ഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? ഓപ്ഷൻ ഡി, നൈട്രജൻ. ചിനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 359 മീറ്റർ ഉയരം. ബാരാമുള്ള ശ്രീനഗർ ഉദ്ധംപൂർ റെയിൽവേ പാതയാണ്. മേൽനോട്ടം കൊങ്കൺ റെയിൽവേ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. പ്രതിശീർഷ വരുമാനം എന്നത് ദേശീയ വരുമാനത്തിനെ ആകെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കുമേല ചുമത്തുന്ന അധിക നികുതി ആണ് ഏത്? സർചാർജ്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി എന്ന് പറഞ്ഞത് 9ാം പഞ്ചവത്സര പദ്ധതി.
താഴെ പറയുന്നവയിൽ ശരിയായവ ഏത്? എല്ലാം ശരിയാണ്. വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ്, ശിവരാമൻ കമ്മിറ്റി നബാർഡിന്റെ രൂപീകരണം, കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായം. യോഗക്ഷേമം വഹാമ്യഹം എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? LICയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏതൊക്കെ? 19 ആൻസർ ഓപ്ഷൻ ബി ആണ്. തൊഴിൽ കരം അടയ്ക്കുക, അനാഥരായ കുട്ടികളെ സഹായിക്കുക, കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക, വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക, ഇവയെല്ലാം പെടാത്തവ. നല്ല ചോദ്യം ഇല്ലേ? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. 27ാമത്തെ നികുതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, റിലീജിയ. 18ാമത്തെ വകുപ്പ് നിരോധിക്കുന്നു സ്ഥാനമാനങ്ങൾ. 13ാമത്തെ വകുപ്പ് ജുഡീഷ്യൽ റിവ്യൂ. 226 ഹൈക്കോടതിയുടെ റിട്ട്. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും. ഒരു കുട്ടി വിദേശത്ത് ജനിക്കുകയാണെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരൻ ആണ് എങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഭരണഘടനയുടെ ഭാഗം 5 മുതൽ 11 വരെയുള്ള ഭാഗം 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗം 2 ഇന്ത്യൻ പാർലമെന്റ് ആണ് പൗരത്വത്തെ കുറിച്ച് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം. സോ അത് തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത് 3. ആൻസർ എല്ലാം ശരിയാണ്. 86ാം ഭരണഘടനാ ഭേദഗതി 21A പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലിക അവകാശമാക്കി മാറ്റി. 6ഉം 14ഉം ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. നിർദ്ദേശക തത്വങ്ങളിലെ 45ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. ABCD ഓപ്ഷൻ സി ആണ് ആൻസർ. ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തത് ഡി. ധനകാര്യ കമ്മീഷൻ 280, ഇലക്ഷൻ കമ്മീഷൻ 324, CAG 148, അറ്റോർണി ജനറൽ 76.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? 24. ഇത് 24 എഴുതിയെന്നാണ് പറഞ്ഞത്. ഓപ്ഷൻ 3. കേന്ദ്ര സംസ്ഥാന ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്തതാണ് അവശിഷ്ട അധികാരം. സൈബർ നിയമങ്ങളിൽ അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നു. ശരി, സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നു. അവശിഷ്ട അധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരം ഉണ്ട്. ഇല്ല. അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. തെറ്റായിട്ടുള്ളത് 3 മാത്രമേ ഉള്ളൂ. +2 ലെവൽ ഓഫ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. മൂന്നാമത്തതാണ്. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവ: കൂട്ടുത്തരവാദിത്വം. പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും നിയമനിർമ്മാണ സഭാ അംഗങ്ങൾ ആണ്. മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല. പാർലമെന്റ്, അതാണ് ശരിയല്ലാത്തത്. പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും. OMR എടുത്തു വെച്ചിട്ട് എഴുതണേ എല്ലാ ദിവസവും. ആൻസർ ഈസ് ഓപ്ഷൻ സി. ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടിയെടുക്കുന്നത് ഓപ്പറേഷൻ അമൃത. ഇതിന്റെ എല്ലാം കണക്റ്റഡ് നമ്മൾ എവിടെ പഠിച്ചത്? +2 ലെവൽ ഓഫ് ക്ലാസ്സിൽ പഠിച്ച. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് +2. നീതിന്യായ വ്യവസ്ഥ. എല്ലാം ശരിയാണ്. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട പ്രത്യേക കോടതികൾ. അവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കോടതി തൃശ്ശൂര്. നെയ്യാറ്റിൻകരയില് അബ്കാരി കേസുകൾ. ലോകതലത്തിൽ തീർപ്പായിട്ടുള്ള കേസുകൾക്ക് തുടർന്ന് അപ്പീൽ പറ്റത്തില്ല. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആണ് ഓപ്ഷൻ സി. ഡോക്ടർ സിറിയക് തോമസ്. ഫസ്റ്റ് പാസ്റ്റ് ദ വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നവയിൽ ആരെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ആണ്? ഓപ്ഷൻ സി. സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി കൗൺസിൽ അംഗങ്ങളെ.
ഏതോ മഴ മഴ മുമ്പ് ഇവിടെ നല്ല മഴ പെയ്തു. ചൂടിനതുകൊണ്ടൊരാശ്വാസം. ഇല്ലേ റൂമിൽ ഇരിക്കാൻ പറ്റത്തില്ല, ചുട്ടുപഴുത്തുകൊള്ളും. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? 30. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഒന്നാണ്. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ച വർഷം 1993 ഡിസംബർ 3. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് കേരള ഗവർണർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത്? 31. ആൻസർ ഈസ് ഓപ്ഷൻ ഡി 4. ഹയർ സ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ ഹൈടെക് ആക്കുക, 1000 സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക, ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെയുള്ള ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യവും വർദ്ധിപ്പിക്കുക. ഇപ്പൊ ഏതായാലും 2 ക്ലാസ് എടുക്കുന്നുണ്ട്, ഒത്തിരിയും കണ്ടന്റ് തീരുന്നുണ്ട് ഇല്ലയോ? 10th +2 എടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ അതുകൊണ്ട് എനിക്ക് ഇന്നലെ സംശയം വന്നത്, ഈ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ +2 ഡിസ്കസ് ചെയ്തല്ലേ. അപ്പൊ ഇവിടെ ചെയ്യിപ്പിച്ചോന്ന് എനിക്കൊരു സംശയം വന്നു. ഓപ്പറേഷൻ അമൃത് വീണ്ടും വരുന്നുണ്ട് 2 ടൈംസ് ഈ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പാർക്കിൻസൺസ്. ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ 33 എറിത്രോപോയിറ്റിൻ. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ്? GLUT4. നമ്മൾ ഇതിന്റെ കണക്റ്റഡ് പോയിന്റ് ഇട്ടിട്ടുണ്ട് അല്ലേ. ടൈഫോയിഡ് രോഗനിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിന്റെ പ്രധാനപ്പെട്ട തത്വം ഏത്? ഓപ്ഷൻ ബി അഗ്ലൂട്ടിനേഷൻ. വൈഡൽ ടെസ്റ്റ്. ഓപ്പറേഷൻ അമൃത് കണ്ടോ അഗെയിൻ വന്നേക്കാം. ഡാലിയ ജോൺ. ഡാലിയ പൂ ഉണ്ടോ വീട്ടില്? നല്ല പൂവല്ലേ ഡാലിയ. പൈ. ഓക്കെ, എഴുതി കഴിഞ്ഞോ? 38. ഓപ്പറേഷൻ അമൃത് അഗെയിൻ ആന്റിബയോട്ടിക്. 2012 കേരള സർക്കാർ തെരഞ്ഞെടുത്ത ആദ്യ ജൈവ വൈവിധ്യം കൊല്ലം ആശ്രമത്തിലെ കണ്ടൽ വനങ്ങൾ. തരംഗ സിദ്ധാന്തം ക്രിസ്ത്യൻ ഹൈജൻസ്. ധനുഷ ഇപ്പൊ കാണുന്നില്ലല്ലോ. ധനുഷ എവിടാണ്?
മിസ്സിംഗ് ആണ്. രാവിലത്തെ ക്ലാസ്സിൽ വരുന്നില്ലല്ലേ? എന്താണ് ലേറ്റ് ആയി പോകുന്നത്? ജോലി കൊണ്ടോ? അടുത്ത വർഷം സർക്കാർ സർവീസിൽ ഇരിക്കാനുള്ളതാ. ആ ഓർമ്മയിൽ വേണം വീട്ടിലെ ജോലിയൊക്കെ തീർത്തു വെക്കാൻ. ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏത്? ഗുരുത്വാകർഷണ ബലം. കിലോ വാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ്? 40. ഊർജം. ലോ എർത്ത് ഭ്രമണപഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനെ വിക്ഷേപിച്ച ISROയുടെ ദൗത്യം? ഓപ്ഷൻ ഡി സ്പാഡക്സ് മിഷൻ. നാൽപ്പത്. ഊർജം, എനർജി. ഓപ്ഷൻ സി. റുദർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണമാണ്? ഓപ്ഷൻ ബി സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. ഇത് NCERT ആണ്. +2 ലെവൽസിനകത്ത് വരുന്നത്. +2 ലെവൽസിനകത്ത് +2ന്റെ ടെക്സ്റ്റിനകത്ത് ഒന്നാ വരുന്നത്. അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമം അൺബൈനീലിയം. ഓപ്ഷൻ എ. അർദ്ധലോഹങ്ങൾ അല്ലാത്തവ ഏത്? ഓപ്ഷൻ ഡി മഗ്നീഷ്യം. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയാണ്? ഓപ്ഷൻ ഡി ജാൻ ടെല്ലർ മെറ്റൽ. ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ച് ഇന്നാണ് ഞാൻ ഓണത്തിന്റെ വീഡിയോ ഇട്ടപ്പോ പറഞ്ഞില്ലായിരുന്നു. മധുരൈ കാഞ്ചിയില് പരാമർശമുണ്ട്. തിരുവല്ല മേച്ചേരി ഇല്ലത്തു നിന്ന് ലഭിച്ച സ്ഥാണു രവിയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തില് ഓണത്തെക്കുറിച്ച് പരാമർശം ഉണ്ട്. മേച്ചേരി ഇല്ലത്തിൽ. ആൻസർ ഏത് വരും? 1ഉം 2ഉം ശരിയാണ്. നോർവേയുടെ ഉന്നത ബഹുമതിയായിട്ടുള്ള ഹോൾസ്ബർഗ് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരി ഗായത്രി സ്പിവാക്. അന്താരാഷ്ട്ര പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടല്ലോ ഗായത്രി സ്പിവാക്.
ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ടത്. ഉദ്ദണ്ഡ ശാസ്ത്രികൾ ഓപ്ഷൻ ബി. പ്രസ്താവന 1 തെറ്റാണ്, എന്നാൽ 2 ശരിയാണ്. വസുമതി പ്രസ്താവന 1 തെറ്റാണ്. വസുമതി വിക്രമം രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികൾ അല്ല. കോകില സന്ദേശം എന്ന സന്ദേശം രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികൾ ആണ്. വാക്കിന്റെ കൂടെ ദ്രൗപദി മുർമു ആയാലും മതി. MS ധോണിയുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. 49 ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. 1 ശരിയാണ്. 200 ടെസ്റ്റ് മാച്ച് കളിച്ചത് ധോണി അല്ല. ആരാണ്? ഗാംഗുലി. പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ആൻസർ ഈസ് ഓപ്ഷൻ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മാർക്കൊക്കെ കൂട്ടിയിട്ട് പറയുക. നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർ 2ന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഴിച്ച് ബാക്കിയുള്ള ടോപ്പിക് വേണമെങ്കിൽ PDF-ഉം ക്ലാസ്സും അവൈലബിൾ ആയിരിക്കും. ഫോക്കസ് ഏരിയ ഓറിയന്റ് ചെയ്തിട്ടുള്ളത് 399 ആണ് വന്നിരിക്കുന്ന റേറ്റ്. ദെൻ അടുത്തത് 10th ലെവൽസിന്റെ ലോങ് ടേം ബാച്ച് GK പ്ലസ് സയൻസ് 500 റുപ്പീസ് ആണ്. ഉടനെ തന്നെ നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് മന്തില്. ഇത് നമുക്ക് 799 ആണ് ഇതിന്റെ ഫീസ്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2ന്റെ മാത്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കും റെക്കോർഡ് ആൻഡ് PDF. ഫ്രീ ക്ലാസ് എല്ലാ ദിവസവും 2 PM അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾക്ക് ആപ്പില് ഫ്രീ ആയിട്ട് ക്ലാസ്സസ് ചെയ്ത് നോക്കാവുന്നതാണ്. ക്ലാസ്സിന്റെ ടൈമിംഗ് 2 PM ആണ്. റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും, PDF-ഉം അവൈലബിൾ ആയിരിക്കും. CG ബിജൂസ് അക്കാദമിയിൽ അതിന്റെ ലിങ്ക് എല്ലാ ദിവസവും രാവിലെ തന്നെ അപ്ഡേറ്റഡ് ആവുന്നതാണ്. 10+2 ലെവൽസിന്റെ കണക്റ്റഡ് പോയിന്റ്സ് ആണെങ്കിൽ 599 ആണ് വരുന്നത്. ക്ലാസ്സിന്റെ ടൈമിംഗ് 12 മണിക്കാണ്. 12 മണി മുതൽ 1 മണി വരെയാണ്. ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് 11 മണി മുതൽ 1 മണി വരെയുള്ള ക്ലാസ് വേണമെങ്കിൽ 799 ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. GK പ്ലസ് സയൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാവുന്നത്. ഓക്കെ, അപ്പം മാർക്കൊക്കെ പറഞ്ഞോളൂ. 16 കറക്റ്റ്, 2 റോങ്. അതോ അറിയാത്തതുകൊണ്ടാണോ? 42 മീനു ഗുഡ് സ്കോർ. 37 പ്രജീഷ്. 36 ബിന്ദുജ. 39 പഠിക്കുന്നുണ്ട് അപ്പൊ അല്ലേ? ധനുഷ. 27 ഡാലിയ. 18 അനീഷ. 34 നഷ്മു. 42 ജസ്നയ്ക്ക് എത്ര ഉണ്ട്?
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ബാക്കി നമുക്ക് നാളെ നോക്കാം. PDF വന്നോന്നൊന്ന് പറയണേ. PDF എല്ലാം നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. ഇന്നലത്തെ പിന്നെ വേണ്ടാത്ത PDF ആയതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ. വന്നോ? ഓക്കെ, താങ്ക് യു, ഐ ലവ് യു ഓൾ.